അപ്പോൾ അതോ രേണു ചേച്ചിയുടെ ഒരു ജീവിത സ്റ്റോറിയാണ്, ഇതിൽ നിന്നും വലിയ സംഭവം എന്തോ വലിയ സംഭവം, അതൊക്കെ വളരെ മോശമാണ്. മാത്രം വൃത്തികെട്ട മനസ്സുള്ള ഒരു സ്ത്രീ ആയിരിക്കും. കുരുതിയൊന്നും ചെയ്യാറില്ല. ഞാൻ കള്ള് വെക്കാറുണ്ട്, വിഷ്ണുമായ സ്വാമിക്ക് കള്ള് വെക്കാറുണ്ട്, ചിക്കൻ വെക്കാറുണ്ട്. അതെ, ശാന്തൻ സാർ കള്ള് വെക്കാറുണ്ട്, മുട്ട വെക്കാറുണ്ട്, ചിക്കൻ വേവിച്ച് വെക്കാറുണ്ട്. അങ്ങനെ നോൺ വെജുകളൊക്കെ വെച്ചിട്ട് വിഷ്ണുമായ സ്വാമിയെ പൂജിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ വിഷ്ണുമായ സ്വാമിയെ വെച്ച് പൂജിക്കാൻ കാരണമെന്ന് വെച്ചാൽ, ഒരിക്കൽ ഞാൻ എന്തോ ഒരു വിഷമ ഘട്ടത്തിൽ എനിക്ക് എന്തോ ദേഷ്യം വന്നപ്പോൾ ഞാൻ ഇനി മേലി വിഷ്ണുമായ സ്വാമിയെ വിളിക്കത്തുമില്ല, പൂജിക്കത്തുമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ പെട്ടെന്ന് ഞാൻ വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്നിടത്ത് കുറെ ഫോട്ടോസും കാര്യങ്ങളും വെച്ച് അതെല്ലാം ഉരുണ്ട് താഴെ വീണു. ഭയങ്കര ഒരു കിലുക്കത്തോടു കൂടി അതെല്ലാം ഉരുണ്ട് താഴെ വീണു. അവസാനം അവരെ അങ്ങ് കൊല്ലുകയാണ് അതിനകത്ത്. എന്തിന്റെ ആവശ്യത്തിനാണ് അത്? അതിൽ നിന്ന് ഫേമസ് ആവണോ? രേണു എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ആ കുട്ടിയെ ഒന്ന് നുള്ളി നോവിക്കോ, ഒരു വാക്കുകൊണ്ട് മോശമായിട്ട് പറയോ. എനിക്കറിയാവുന്ന ഒരാളുടെ രോഗാവസ്ഥയെ ചൂഷണം ചെയ്യാം, മുതലെടുക്കുന്നു. രേണു ചേച്ചിയുടെ സമ്മതത്തോടാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. രേണു ചേച്ചിന്റെ ചേട്ടത്തി, അതുപോലൊരു ചേട്ടത്തിയെ കിട്ടിയ രേണു ചേച്ചി ഒരുപാട് പുണ്യം ചെയ്ത ആളാണ്. നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് വിയോഗം വളരെ ദുഃഖം ഉണ്ടാക്കിയ ഒരു ഇതാണ്. അപ്പം ഇപ്പൊ അദ്ദേഹത്തിന് ഒരു സ്മാരകം പണിയുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഈ സംവാദങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം ഈ വി.ഡി. സതീശൻ സർക്കാരാണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത്, സ്മാരകം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന്റെ ആവശ്യകതയെ കുറിച്ച് എന്താണ് തോന്നുന്നത് ശ്രീലക്ഷ്മിക്ക്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു കോൺഗ്രസ്സുകാരിയാണ്. പക്ഷേ ഇതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ കഴിയുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്, 2 കുഞ്ഞുങ്ങളും ഒരു അച്ഛനും അമ്മയും കൂടെ, ഹസ്ബൻഡ് വൈഫ് 2 കുഞ്ഞുങ്ങളെയും കൊന്നിട്ട് മരിച്ചു. അവർക്ക് ഒരു കയറി കിടക്കാൻ ഒരിടവില്ല, ഒരു നേരത്തെ ആഹാരം കഴിക്കാനുണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ആ സ്ത്രീക്ക് കണ്ണ് കാണില്ലായിരുന്നു, അങ്ങനെ എന്തോ ഉണ്ട്. അങ്ങനെയൊക്കെ ഞാൻ ന്യൂസിൽ ഇങ്ങനെ കണ്ടിരുന്നു. അപ്പം അതുപോലെ നമുക്ക് ചുറ്റിനും ഇവിടെ ദാരിദ്ര്യമില്ല, നല്ല ഇതാണെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരുപാട് പേര് നമുക്ക് ചുറ്റിനും ഉണ്ടായിരിക്കും. ജീവിക്കാനോ ഒരു നേരത്തെ ആഹാരം കഴിക്കാനോ കയറി കിടക്കാനോ ഇടമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അപ്പം ഇതുപോലൊരു സ്മാരകത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നും അദ്ദേഹം നമ്മുടെ മലയാളികളുടെ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്ന ഒരു കലാകാരൻ തന്നെയാണ്. ആ ഒരു പദവി എന്നും അദ്ദേഹത്തിനുള്ളതാണ്. ഇപ്പോൾ ഒരു സ്മാരകമൊക്കെ പണിഞ്ഞ് അതിന് വേണ്ടിയിട്ട് നിൽക്കാതെ ഇതുപോലെ ഒരുപാട് പാവപ്പെട്ടവരും ഒരുപാട് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവരും രോഗബാധിതരായിട്ടുള്ളവരും ഒക്കെ നമുക്ക് ചുറ്റിനുമുണ്ട്. അങ്ങനെയുള്ളവരെ സഹായിക്കുക, അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളും ചെയ്യുക. എനിക്ക് അതിനോടാണ് താല്പര്യം. അല്ലാതെ എനിക്ക് ഇങ്ങനെ ഒരു സ്മാരകം പണിഞ്ഞു വെച്ചിട്ട് ഇപ്പോൾ ഒരു സ്മാരകം പണിഞ്ഞു അതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുപോലെ എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങളൊക്കെ ആയിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഇതിൻ്റെ ഒരു ആവശ്യകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സ്മാരകമൊക്കെ പണിത് എന്നും മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ തന്നെയാണ്. ആ പദവി എന്നും അദ്ദേഹത്തിനുള്ളതാണ്. ഇപ്പോൾ സ്മാരകം പണിതിട്ട് വേണ്ട അത് എല്ലാവരിലേക്കും എത്താൻ വേണ്ടിയിട്ട്. ഞാൻ പറയുന്നത് ഇതുപോലെ ഒരുപാട് രോഗം ബാധിച്ചവരുണ്ട്, ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവരുണ്ട്, വീടും കാര്യങ്ങളും ഇല്ലാത്തവരുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളിൽ ജീവിക്കുന്ന ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ വരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ നമ്മളെ സോഷ്യൽ മീഡിയയിൽ താരമായിട്ടുള്ള രേണുസുതി ക്യാൻസർ ബാധിതയായെന്നുള്ള വിവരം വളരെ ഞെട്ടലോടെയാണ് സോഷ്യൽ മീഡിയയിലേക്ക് പോസ്റ്റ് ചെയ്യപ്പെട്ടത്. അപ്പൊ ഇപ്പൊ ഒരുപാട് അപ്ഡേഷനുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ക്യാൻസർ മൂലം രേണുസുതിയുടെ സ്റ്റേജുകൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രേണുസുതിനെ അത് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ രേണുസുതിക്കെതിരായിട്ട് ഇപ്പോഴും ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വരുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താണ് ശ്രീലക്ഷ്മി പറയാനുള്ളത്? രേണു ചേച്ചിന്റെ കീമോന്റെ തലേ ദിവസം ഞാൻ പോയിട്ടുണ്ടായിരുന്നു ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ കൂടെ പറയുമോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയുന്നതാണ്, ഫോട്ടോ ഇടുമോ, അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പോയിരുന്നു, തലേന്ന് പോയിരുന്നു. അന്നേരം ചേച്ചി ആ സമയത്ത് ഹോസ്പിറ്റലായിരുന്നു, മെഡിക്കൽ കോളേജിലായിരുന്നു. ഞാൻ അങ്ങോട്ടാണ് പോയത്. അവിടെ പോയി അവിടുന്ന് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ചേച്ചിയുടെ കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ കൂടെ തന്നെ വീട്ടിൽ പോയി കുറേ ഏറെ നേരം ചേച്ചിയുമായിട്ട് ഞാൻ സമയം ചെലവഴിച്ചു. എന്തൊക്കെ പറഞ്ഞാലും എത്ര വലിയ ശത്രുക്കൾക്ക് പോലും ഒരിക്കലും വരല്ലേ എന്ന് എത്ര കൊള്ളാത്ത ആൾക്കാരാണെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു വലിയൊരു രോഗമാണ് ക്യാൻസർ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴും ഇപ്പോഴും അതിനെ തിന്നുകയാണ്. നെഗറ്റീവ് പറഞ്ഞും എനിക്കറിയില്ല എന്തൊക്കെ ആൾക്കാർ കാട്ടിക്കൂട്ടുന്നത് എനിക്കറിയില്ല. ഇൻഫ്ലുവൻസർമാർ തന്നെയും ഇപ്പോഴും അവരെ വിറ്റ് തിന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ആവശ്യം ഇനിയെങ്കിലും നിർത്തിക്കൂടെയെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ ഒരു രോഗത്തോട് മല്ലടിക്കുന്ന അവർക്ക് മാത്രമേ അറിയില്ല അവരുടെ വേദനകളും പ്രയാസങ്ങളും വിഷമങ്ങളും ഏതൊക്കെ സാഹചര്യത്തിൽ കൂടെ ആയിരിക്കും കടന്നു പൊക്കോണ്ടിരിക്കുന്നത്. അതൊക്കെ ഇന്നലെ വരെ നമ്മളോട് തുള്ളിച്ചാടി നടന്ന ഒരു രേണുചേച്ചിയാണ് ഇന്ന് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് ഇനിയെങ്കിലും വലിഞ്ഞേറി ചെല്ലാതെ
കഴിയുന്നവരൊക്കെ അവരെ പോയി കാണാൻ എന്തായാലും ഇനിയും കഴിയില്ല. ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ നടക്കുന്നുണ്ട്, പോയി കാണാൻ കഴിയില്ല. നിങ്ങൾ മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചോ ഒക്കെ കാര്യങ്ങൾ തിരക്കുമോ, സഹായിക്കാൻ കഴിയുന്നവർ, ഞാൻ സഹായിക്കണമെന്ന് പറയല്ല, കഴിയുന്നവരെ കൊണ്ട് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുക, അതൊക്കെ ചെയ്യുക. അല്ലാതെ ഇങ്ങനെ അവരെ നെഗറ്റീവ് പറഞ്ഞ് ഇനി എന്തിനാ? ഒരു മനുഷ്യൻ എത്രമാത്രം സഹിക്കുന്നുണ്ടാവും. എത്രയൊക്കെ പറഞ്ഞാലും അവരവരുടെ ഫോണിൽ ഇതൊക്കെ കാണുന്നുണ്ടാവും, ഈ ആൾക്കാർ പറയുന്നതും അവരെ ട്രോളുന്നതും എടുക്കുന്നതും ഇപ്പോഴും നെഗറ്റീവ് പറയുന്നതും, ചില വീഡിയോസിൻ്റെ താഴെ ഇപ്പോഴും ഓരോ നെഗറ്റീവ് കമൻറ്റുകളും. അപ്പോൾ എത്രമാത്രം ആ മനസ്സ് വേദനിക്കുന്നുണ്ടാവും. ഒരു അസുഖത്തെ തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്, പോരാടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തി അപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അല്ലാതെ രോഗം വന്ന് നിൽക്കുമ്പോഴും അവരെ ഇങ്ങനെ എന്തിനാ ക്രൂശിക്കുന്നത് എനിക്കറിയില്ല. അത് വളരെ മോശം. മനുഷ്യത്വം മനസാക്ഷി ഇല്ലാത്ത ആൾക്കാർക്കേ അതൊക്കെ കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ രേണു ഒരു വീഡിയോയിൽ പറയണ്ടായി, 11 വയസ്സ് മുതൽ നോക്കി വളർത്തിയ മകൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറയണ്ടായി. അപ്പൊ അതൊരു വേദന ഉളവാക്കുന്ന ഒരു വാക്കുകളാണ്. തീർച്ചയായിട്ടും അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് ശ്രീലക്ഷ്മി? എന്തൊക്കെ പറഞ്ഞാലും ആ കുട്ടീൻ്റെ അമ്മ ഇല്ലാണ്ട സമയത്ത് ആ കുട്ടീൻ്റെ ലൈഫിലേക്ക്, സൂചേട്ടൻ്റെ ലൈഫിലേക്ക് വന്നതാണ് രേണു ചേച്ചി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്. ഇനി എന്തൊക്കെ പറഞ്ഞാലും അമ്മ തന്നെയാണത്. ഇനി അവർ തമ്മിൽ എന്താണ് പ്രശ്നമെന്ന് നമുക്കറിയില്ല. അത് അമ്മയും മകനും തമ്മിലുള്ള, കുട്ടിക്ക് കഴിഞ്ഞ ദിവസം കുട്ടി ഒരു വീഡിയോ ഇട്ടേക്കുന്നത് കണ്ടിരുന്നു, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പോയി കാണുന്നു എന്നുള്ള രീതിയിൽ. മറ്റുള്ളവർക്ക് സമാധാനമാവട്ടെ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇപ്പം മറ്റുള്ളവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവൻ്റെ അമ്മയെ കാണണമെന്നില്ലല്ലോ. എത്രയോ ആൾക്കാർ സ്വന്തം അമ്മമാർ മക്കളെ കൊന്നുകളയുന്നു. രണ്ടാനമ്മമാരുടെ ക്രൂരമർദ്ദനം എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നു, രണ്ടാനച്ഛൻ്റെ മർദ്ദനം എന്ന് പറഞ്ഞ് കാണുന്നു, സ്വന്തം തള്ളയും തന്തയും കൊന്നു കളയുന്നു മക്കളെ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ രേണു എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ആ കുട്ടിയെ ഒന്ന് നുള്ളി നോവിക്കോ ഒരു വാക്കുകൊണ്ട് മോശമായിട്ട് പറയും. എനിക്കറിയാവുന്ന രേണു ചേച്ചി അങ്ങനെ ചെയ്യുന്ന ആളല്ല. എനിക്കറിയാവുന്ന രേണു ചേച്ചി എപ്പോൾ ആ കുട്ടി ചോദിച്ചാലും 10 പൈസ കൊടുക്കുന്ന രേണു ചേച്ചിയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് എന്തൊക്കെ ഇനി അവരെത്ര കൊള്ളത്തില്ലേലും അവർ അമ്മ തന്നെയാണ്. അമ്മ എന്ന് അവൻ്റെ 2ാം സ്ഥാനത്തിൽ, അവൻ്റെ അമ്മയ്ക്ക് ശേഷം അവന് അമ്മ എന്ന് പറഞ്ഞ് സുവിശേഷം കാണിച്ചു കൊടുത്തൊരു വ്യക്തിയാണ്. അതെന്നും അവൻ്റെ അമ്മ തന്നെയാണ്. അവൻ ഇപ്പം അത് മനസ്സിലാവില്ല, പിന്നീട് എപ്പോഴെങ്കിലും അത് ചിന്തിക്കുന്ന ഒരു സമയം വരും, തെറ്റായി പോയി എന്ന് തോന്നും, ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നവന് തോന്നും. വളരെ മോശമായിട്ടുള്ളൊരു അഭിപ്രായമാണ് കഴിഞ്ഞ ദിവസം ആ കുട്ടി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട ഞാൻ കണ്ടിരുന്ന വീഡിയോ. വളരെ മോശമായിട്ടൊരു അഭിപ്രായം. ഈ അവസ്ഥ അറിഞ്ഞുകൊണ്ട് തന്നെ, അതായത് രോഗമാണെന്നുള്ള രോഗാവസ്ഥ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു സംവിധായിക രേണുവിനെ സമീപിക്കുകയും ആ രോഗം, അതായത് ഇപ്പൊ രേണുവിനെ ബാധിച്ചിരിക്കുന്ന രോഗവുമായി ബന്ധപ്പെട്ട ഒരു ഷോർട്ട് ഫിലിം ചെയ്യുകയും ചെയ്തു. ആ ഒരു പ്രവൃത്തിയെ എങ്ങനെയാണ് ശ്രീലക്ഷ്മിന്റെ നിലപാട് എന്താണ്? ഞാനും കണ്ടിരുന്നു. ഒരിക്കലും യോജിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അവർ ചെയ്തേക്കുന്നത്, സംവിധായകം ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം, ഞാൻ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വേറെ ഷോർട്ട് ഫിലിമോ ആൽബങ്ങളോ ഒക്കെ ആ പുള്ളിക്കാരത്തിൻ്റെ രേണു ചേച്ചി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരാളുടെ ഏറ്റവും മോശമായ സാഹചര്യം അല്ലെങ്കിൽ ഏറ്റവും പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ ഒരു സംഭവം തന്നെ കഥയാക്കിക്കൊണ്ട് വന്ന് അതിൽ നിന്നും ഫേമസ് ആകാൻ നോക്കുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. കാരണം ഒരാളുടെ രോഗാവസ്ഥയെ ചൂഷണം ചെയ്യാൻ മുതലെടുക്കുന്നു. രേണു ചേച്ചിയുടെ സമ്മതത്തോടാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്തത്. നമുക്ക് കാണാൻ സാധിക്കുന്നത് രേണു ഈ ക്യാൻസർ ബാധിച്ച് മരിക്കുന്നു. അപ്പൊ എത്രമാത്രം വൃത്തികെട്ട മനസ്സുള്ള ഒരു സ്ത്രീ ആയിരിക്കും അത് ഡയറക്റ്റ് ചെയ്തേ. അത്രയ്ക്കും വൃത്തികെട്ട ഒരു സ്ത്രീ എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം രോഗബാധിതയായിട്ട് നിന്നിട്ട് അവരുടെ കൂടെ നടന്നിട്ട് അവരുടെ എല്ലാ വേദനകളും വിഷമങ്ങളും കണ്ടിട്ട് അവസാനം അവരെ അങ്ങ് കൊല്ലുകയാണ് അതിനകത്ത്. എന്തിന്റെ ആവശ്യത്തിനാണ്? അതിൽ നിന്ന് ഫേമസ് ആവണോ? അപ്പോൾ അതോ രേണു ചേച്ചിയുടെ ഒരു ജീവിത സ്റ്റോറിയാണ്, ഇതിൽ നിന്നും വലിയ സംഭവം അതൊക്കെ വളരെ മോശമാണ്. ഒരാളുടെ മോശം അവസ്ഥയെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള ഷോർട്ട് ഫിലിമാണ് അതൊക്കെ. നേരത്തെ അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നു, അതും കുറേ വിവാദങ്ങളൊക്കെ ആയി നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇത് വളരെ മോശമായി പോയി. ഒരാളുടെ രോഗാവസ്ഥയിൽ ആ ആൾക്കാർ രോഗമാണെന്ന് സമൂഹത്തിലേക്ക് കാണിക്കുന്നു, എന്നിട്ട് അവസാനം ജീവിച്ചിരിക്കുന്ന ആ വ്യക്തി മരിച്ചു എന്ന് കാണിക്കുന്നു. ഇതിൽ നിന്ന് അവരെന്താ ഉദ്ദേശിക്കുന്നത്? അവർ ഉദ്ദേശിച്ച രീതിയിലായിരിക്കണോ രേണു ചേച്ചിയുടെ ലൈഫ് അങ്ങനെ പോകണമെന്നാണോ ഇവർ ആഗ്രഹിക്കുന്നത്? എനിക്കറിയില്ല. അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ കുഴപ്പമില്ല, ചേച്ചി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. നമ്മൾ സമാധാനിപ്പിച്ചാൽ ഞാൻ തിരിച്ചു വരുവാടി, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെ പറയുന്ന ഒരാളാണ്. എങ്കിലും എനിക്കിത് പറയണമെന്നൊന്നും താല്പര്യം ഉണ്ടായിട്ടല്ല, അവന് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ആൾക്കാർ വിചാരിക്കും അവൾ അതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അങ്ങനെ പറയുന്നതല്ല. എന്നെ കെട്ടിപ്പിടിച്ച് കുറേ നേരം ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞിരുന്നു. അത് ഓർക്കുമ്പോൾ എനിക്ക്, എന്നിട്ട് സംസാരിച്ച ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അത് എൻ്റെ ചെവിയിൽ ഇപ്പോഴും ഇങ്ങനെ മുഴങ്ങി നിൽക്കും.
അത് ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. അത്രയ്ക്കും പുള്ളിക്കാരത്തി തിരിച്ചു വരണം, ജീവിതത്തിലേക്ക് വരണം. എൻ്റെ എല്ലാ പ്രശ്നങ്ങളും വയ്യാഴികളും ഒക്കെ വന്നിട്ട് നമുക്ക് അടിച്ചു പൊളിക്കണോടി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചേച്ചി ഉറപ്പായിട്ടും എല്ലാ പ്രശ്നങ്ങളും മാറി ഹാപ്പി ആയിട്ട് പഴയതിനെക്കാട്ടി ഉഷാറായിട്ട് വരും, നമുക്ക് അടിച്ചു പൊളിക്കാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചുവെങ്കിലും പുള്ളിക്കാരത്തിക്ക് ഉള്ളിൽ എപ്പോഴും വിഷമമുണ്ട്. പുള്ളിക്കാരത്തി പെട്ടെന്ന് ഇങ്ങനെ പുള്ളിക്കാരത്തിയുടെ ലൈഫിലേക്ക് നല്ല ഉയർച്ചകളിലേക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നതിൻ്റെ ഒരു നല്ല വിഷമമുണ്ട്. എന്തായാലും ഈ രോഗത്തെ നല്ല രീതിയിൽ നിന്നിട്ട് തരണം ചെയ്യുന്നുണ്ട്. ഞാനൊക്കെ ആണെങ്കിൽ എന്നെ കൊണ്ടൊന്നും കഴിയില്ല കേട്ടോ. ഇത്രയും എല്ലാവരെയും വായി വരുന്നതും കേട്ട് അധിക്ഷേപങ്ങളും ട്രോളുകളും വിമർശനങ്ങളും ഒക്കെ തരണം ചെയ്തും ഒരു രോഗത്തോട് മല്ലിട്ട് ഒരിക്കലും എന്നെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും എനിക്കിങ്ങനെ രേണു ചേച്ചി പോലെ പിടിച്ചു നിൽക്കാനൊന്നും കഴിയില്ല. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ രോഗത്തോടൊക്കെ നല്ല രീതിയിൽ പോരാടി തിരിച്ചു വരുമെന്ന് ഉറപ്പായിട്ടും ചേച്ചിയുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ആൾക്കാരായിട്ട് തളർത്താതിരിക്കുക, അത്രേ ഉള്ളൂ. ആരുണ്ടെന്ന് ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. അപ്പം അതൊരുപാട് ആൾക്കാരുടെ മനസ്സിനെ കുലുക്കിയ ഒരു ചോദ്യമായിരുന്നു. അത് ഉറപ്പായിട്ട് അങ്ങനല്ലേ. ഒരു കണക്ക് നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് അച്ഛനില്ലാതിന്, ഒരു ഭാഗത്ത് അമ്മ വയ്യാതിരിക്കുന്നു. അപ്പൊ ചേച്ചിയുടെ ഉള്ളിലെ ഒരു വിഷമം, ഉള്ളിൽ എന്തായാലും അതൊരു വേദനയായിരിക്കും. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുഞ്ഞിന്, അതിന് ഏതൊരു അച്ഛനും അമ്മയ്ക്കും അങ്ങനെ തന്നെയാണ്. നമ്മുടെ മക്കളെ ഓർത്തായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ അവർ വേദനിക്കുന്ന, മക്കളെ ഓർത്തായിരിക്കും. അപ്പോൾ എപ്പോഴും അതൊരു വേദനയാണ്. അച്ഛനും ഇല്ല, അമ്മയ്ക്ക് വയ്യാതെ ഇരിക്കുന്നു, കുഞ്ഞൊറ്റപ്പെട്ട് പോകും. പിന്നെ എനിക്ക് തോന്നിയ കാര്യം, ഞാൻ മനസ്സിലാക്കിയ കാര്യം, രേണു ചേച്ചിന്റെ ചേട്ടത്തി, അതുപോലൊരു ചേട്ടത്തിയെ കിട്ടിയ രേണു ചേച്ചി ഒരുപാട് പുണ്യം ചെയ്ത ആളാണ്. ഞാൻ കണ്ടത് വെച്ച് നോക്കുമ്പോൾ ചേട്ടനും ചേച്ചിയൊക്കെ ഒരുപാട് രേണു ചേച്ചി പുണ്യം ചെയ്ത ആളാണ്. ഇത്രയും കെയറോടുകൂടി, ഇത്രയും എന്താ പറയുക, ഒരു കുഞ്ഞിനെ പോലെ അവർ നോക്കുന്നത്. എൻ്റെ ലൈഫിൽ എനിക്കൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് ആരും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. അച്ഛനോ അമ്മ വയ്യാത്തയാണ്, അമ്മ ഞാനാണ് നോക്കുന്നത്. അല്ല, എനിക്ക് കൂടപ്പറപ്പുകളോ ഒരാളും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കൊക്കെ ആയിരുന്നു ഈ അവസ്ഥ അങ്ങ് വന്നിരുന്നെങ്കിൽ ഞാനൊക്കെ ആത്മഹത്യ ചെയ്യേണ്ടേ വരത്തുള്ളൂ. കാരണം ഒരാൾ പോലും നോക്കാനില്ല. അങ്ങനെ നോക്കുമ്പോൾ ആ കാര്യത്തിലൊക്കെ ഭാഗ്യം ചെയ്ത ആൾ തന്നെയാണ് രേണു ചേച്ചി. ചേട്ടത്തെയൊക്കെ ഭയങ്കര സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ട്. അത് തന്നെ വലിയൊരു ഭാഗ്യം, ദൈവം കൊടുത്തൊരു ഭാഗ്യം തന്നെ. അങ്ങനെ കുറെ ആൾക്കാർ കൂടെ ഉണ്ട്. അതെ, ജോലി വരെ ഉപേക്ഷിച്ചിട്ട് കൂടെ, ഉറക്കം പോലും ഇല്ലാതെ ഞാൻ ചെന്നിട്ട് രാത്രിയായി ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുമ്പോൾ പിറ്റേന്ന് വെളുപ്പിന് 5 മണിക്ക് പോകണം. ഒരു ഇച്ചിരി നേരം പോലും റെസ്റ്റ് ഇല്ലാതെ കൊച്ചുങ്ങളുടെ കാര്യം നോക്കണം, ഹോസ്പിറ്റലിലേക്ക് പോകണം. അങ്ങനെ അത്രയും ഇത് ചെയ്യുന്ന ഒരു ചേട്ടത്തെയൊക്കെ ഞാൻ ഇങ്ങനൊന്നും കണ്ടിട്ടില്ല. കൂടപ്പറപ്പുകളൊക്കെ ഇങ്ങനെ ഉണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അത്രയും സപ്പോർട്ടായിട്ട് ഒരു ചേച്ചിയെ കിട്ടിയത് തന്നെ ഭാഗ്യം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ദൈവവിശ്വാസം ഭയങ്കര കൂടുതലാണ്. എൻ്റെ ഈ പ്രായത്തിൽ എല്ലാവർക്കും ഉണ്ടോ എനിക്കറിയത്തില്ല. പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ദൈവം എന്ന് പറഞ്ഞ് പൂജയും പ്രാർത്ഥനയും വിളക്ക് കത്തിയിടും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് കുറച്ച് ദൈവത്തോട് കുറച്ച് അധികം എന്താണെന്നറിയില്ല, ഇഷ്ടമാണ്. എല്ലാവരും ഓരോരോ ന്യൂസുകൾ ഇങ്ങനെ ഇരുന്ന് കാണുമ്പോഴെല്ലാം റീല് കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുക ഓരോ ദൈവങ്ങളെക്കുറിച്ചും പഠിക്കുക, ഓരോ ക്ഷേത്രങ്ങളുടെ ഐതിഹ്യം കേൾക്കുക, ഓരോരുത്തരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുക. ഇതൊക്കെയാണ് എൻ്റെ പരിപാടി. ഞാൻ ലൗകിക ജീവിതം ഉപേക്ഷിച്ച് ജീവിക്കുന്നു പറഞ്ഞില്ല. ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കണം. എനിക്ക് ദൈവവിശ്വാസം ഉണ്ട്. ദൈവത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ദൈവമാർഗത്തിലേക്ക് ജീവിക്കണമെന്നേ പറഞ്ഞുള്ളൂ. അല്ലാതെ ഞാൻ എൻ്റെ സന്തോഷങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങളൊന്നും ഒഴിവാക്കിയിട്ട് ഒരു സന്യാസിനിയായിട്ട് ജീവിക്കാൻ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ദൈവവിശ്വാസമുണ്ട്. അതിനോടൊപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ജീവിക്കും. വർക്കൗട്ട് ഉണ്ട്, പറയില്ല. സ്ലിം ആവാൻ വേണ്ടിട്ട് ജിമ്മിൽ പോവാറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ വലിയ തടിച്ചിട്ടൊന്നുമല്ല. വീഡിയോസിൽ എല്ലാവരും കാണുമ്പോൾ ഭയങ്കര തടിച്ചിട്ട് വലിയൊരുത്തി എന്നൊക്കെ വിചാരിച്ചിരിക്കും. നേരിട്ട് ആൾക്കാർ കാണുമ്പോൾ പറയും ഭയങ്കര സ്ലിം ആണല്ലോ എന്ന് പറയും. ഞാൻ നേരത്തെ സ്ലിം ആണ്, പക്ഷെ ഇപ്പോൾ കുറെ കൂടെ നല്ല മെലിഞ്ഞു. അങ്ങനെ വേണമെന്ന് വെച്ചിട്ടാക്കിയതാണ്. ജിമ്മിൽ പോവാറുണ്ട്. പിന്നെ വെള്ളം ധാരാളം കുടിക്കാറുണ്ട്. പിന്നെ ഫുഡ് രാവിലെ എന്തെങ്കിലും ചെറിയ രീതിയിലേ ഉണ്ടാവത്തുള്ളൂ. ഉച്ചയ്ക്ക് ചോറ് എന്തായാലും കഴിക്കും. വൈകിട്ടും അതുപോലെ ചെറിയ രീതിയിൽ എന്തെങ്കിലും കഴിക്കും. അങ്ങനെ സ്ലിം ആയതാണ്. പ്രിയപ്പെട്ട ദേവൻ മുരുകനാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുരുകന് വേണ്ടിയ മുടിയൊക്കെ മുട്ടയടിച്ചത്. മുരുകനെ ആരാധിക്കുന്നുണ്ട്, വിഷ്ണുമായെ ആരാധിക്കുന്നുണ്ട്. രണ്ടുപേരെയും പൂജയും കാര്യങ്ങളും ഒക്കെ വീട്ടിൽ ചെയ്യാറുണ്ട്. രണ്ടുനേരവും പൂജ ചെയ്യുന്നുണ്ട്. രണ്ടുപേരെ ആരാധിക്കുന്നുണ്ട്. രണ്ടുപേരെയും വിഗ്രഹങ്ങൾ വെച്ച് പൂജിക്കുന്നുണ്ട്. എനിക്കെപ്പോഴും എൻ്റെ ലൈഫിൽ എപ്പോഴും എനിക്ക് ഉയർച്ചകളും സന്തോഷവും തന്നിട്ടുള്ള 2 ദൈവങ്ങളാണ്. അതുകൊണ്ട് അവരെ ഞാൻ പൂജിക്കുന്നുണ്ട്. കുരുതിയൊന്നും ചെയ്യാറില്ല. ഞാൻ കള്ള് വെക്കാറുണ്ട്. വിഷ്ണുമായ സ്വാമിക്ക് കള്ള് വെക്കാറുണ്ട്, ചിക്കൻ വെക്കാറുണ്ട്. അതെ, ചാത്തൻ സാർ.
കള്ള് വെക്കാറുണ്ട്, മുട്ട വെക്കാറുണ്ട്, ചിക്കൻ വേവിച്ച് വെക്കാറുണ്ട്. അങ്ങനെ നോൺ വെജുകളൊക്കെ വെച്ചിട്ട് വിഷ്ണുമായ സ്വാമിയെ പൂജിക്കുന്നുണ്ട്. അമ്പലത്തിൽ നിന്ന് തന്നെ പൂജിച്ചുകൊണ്ട് വന്ന വിഗ്രഹമാണ് കൊണ്ടുവന്ന് പൂജിക്കുന്നുണ്ട്. മുരുകൻ ഭഗവാനെ നോൺ വെജ് ഒന്നും ഇല്ല, അല്ലാതെ നോർമൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നോർമലായിട്ട് ഭഗവാന് വിളക്ക് കത്തിച്ച് പൂജിക്കും. സ്വാമിയിലേക്ക് ഞാൻ കൂടുതൽ അടുത്തപ്പോൾ എനിക്ക് നമുക്ക് കുറച്ചുകൂടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ഒരു ദേവനാണെന്നും പെട്ടെന്ന് പ്രസാദിക്കും എന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ വിഷ്ണുമായ സ്വാമിയെ വെച്ച് പൂജിക്കാൻ കാരണമെന്ന് വെച്ചാൽ ഒരിക്കൽ ഞാൻ എന്തോ ഒരു വിഷമ ഘട്ടത്തിൽ എനിക്ക് എന്തോ ദേഷ്യം വന്നപ്പോൾ ഞാൻ ഇനി മേലി വിഷ്ണുമായ സ്വാമിയെ വിളിക്കത്തുമില്ല പൂജിക്കത്തുമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്നിടത്ത് കുറേ ഫോട്ടോസും കാര്യങ്ങളും വെച്ച് അതെല്ലാം ഉരുണ്ട് താഴെ വീണു. ഭയങ്കര ഒരു കിലുക്കത്തോടു കൂടി അതെല്ലാം ഉരുണ്ട് താഴെ വീണു. അന്നത്തോട് ഞാൻ അന്ന് പേടിച്ചു പോയി ഞാൻ സത്യത്തിൽ. അത് വന്ന് നോക്കിയപ്പോൾ ഞാൻ അത്രയും കാര്യമായിട്ട് പൂജിച്ചുകൊണ്ടിരിക്കുന്ന ദൈവങ്ങളുടെയൊക്കെ ഫോട്ടോ താഴെ വീണു. ആ വിഷ്ണുമായ സ്വാമി അത് പറഞ്ഞതിൻ്റെ ഒരു ഇതായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഒരു മണികിൽ എന്തോ ഒരു കിലുക്കവും കേട്ടു. പിന്നെ അന്ന് മുതൽ ഞാൻ ഇന്ന് വരെ മുടക്കമൊന്നും ഉണ്ടായിട്ടില്ല വിഷ്ണുമായ സ്വാമിയെ പൂജിക്കുന്നു. അതാണ് എൻ്റെ അനുഭവം. ആ സുരേഷ്, ഇപ്പൊ KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണല്ലോ. അപ്പം പ്രൈവറ്റ് ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം ഓണേഴ്സ് ഒക്കെ വളരെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്, ഇങ്ങനെ ന്യൂസിൽ കണ്ടു. അപ്പൊ ശരിക്കും ഈ സൗജന്യ യാത്ര ഒരു ബുദ്ധിമുട്ടാവോ, പ്രൈവറ്റ് സെക്ടറിലേക്ക് ഒരു ബുദ്ധിമുട്ടാവോ? എൻ്റെ അഭിപ്രായത്തില് അവർക്ക് ബുദ്ധിമുട്ടാവണം. കാരണം റോഡിൽ ഇറങ്ങിയിട്ട് ഒരു ലക്ക് ലഗാനും ഇല്ലാത്ത മത്സര ഓട്ടമായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ ഓടണ്ടേ അങ്ങനെ? ഇപ്പൊ കണ്ണീരൊലിപ്പിക്കുന്നോ അല്ലെ കരഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. നമുക്ക് തന്നെ ഇറങ്ങിയാൽ കാണാൻ കഴിയും. 3-4 ബസ്സുകൾ മത്സരിച്ച് ഓട്ടമാണ്. KSRTCക്ക് മുന്നേ കയറാൻ ഓടുന്നു, മുന്നിൽ പോകുന്ന ബസ്സിനെക്കാട്ടി മുന്നേ ആൾക്കാരെ എടുക്കാൻ ഓടുന്നു. ഇപ്പൊ ആർക്കും എങ്ങും ഓടണ്ട. അപ്പൊ അതിനൊക്കെ ഒരു ശമനം വന്നു. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. നല്ലൊരു തീരുമാനം തന്നെയാണ്. ആദ്യം എനിക്കും വലിയ താല്പര്യമില്ലായിരുന്നു KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറഞ്ഞപ്പോൾ ഞാനും പ്രതികരിച്ചിട്ടുണ്ട്. അതിന്റെ ആവശ്യമുണ്ടോ, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തമ്മിൽ എന്തിനാ ഒരു വ്യത്യാസം, ഒരു വേർകൃത്യം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ ചിന്തിക്കുമ്പോൾ ആ ഒരു മത്സര ഓട്ടം അവിടെ നിന്നു. എത്ര പേരുടെ ജീവൻ എടുത്ത മത്സരോട്ടമായിരുന്നു. പ്രൈവറ്റ് വണ്ടികൾ ഇങ്ങനെ മത്സരിച്ച് ഓടുമായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു നല്ല തീരുമാനം തന്നെയാണ്. ഞാനിതുവരെ ഫ്രീ ആയിട്ട് ഞാൻ കയറിയില്ല KSRTCയിൽ. ഞാനും ജാസിയും കൂടെ കയറണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നു. ഞങ്ങൾക്ക് ആ സമയത്ത് കുറച്ച് തിരക്കായതുകൊണ്ട് ആ സമയത്ത് കയറാൻ കഴിയില്ല. എന്തായാലും ഞാനും ജാസിയും ഒന്നിച്ച് KSRTC ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് പോകും.